ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിതൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ റോസ്മേരി വാട്ടറാണ് കേട്ടോ ഇത്. അപ്പം ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറായിരുന്നു. അപ്പം ഞാനിത് അപ്പോൾ വാങ്ങിച്ചിട്ട് എൻ്റെ അനുഭവങ്ങളും ഇല്ലെങ്കിൽ ഞാൻ എത്ര നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം എങ്ങനെയായിരുന്നു സംഭവങ്ങൾ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേര് ഇതിൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല, ആരും എനിക്ക് ഫ്രീ ആയിട്ട് തന്നതല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു നവംബർ ഡിസംബറൊക്കെ ആയ സമയത്ത് എൻ്റെ മുടി നന്നായിട്ട് കുറേ പൊഴിയുന്നില്ലെന്നല്ല, എന്നാലും നോർമലായിട്ട് പൊഴിയുന്നതിലും കൂടുതലായിട്ട് കുറേ അങ്ങ് പൊഴിയാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണല്ലോ നമ്മുടെ ഈ റോസ്മേരി വാട്ടർ കുറച്ച് തരംഗമായിരുന്നല്ലോ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയാസിലും ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ഇതായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്, അപ്പോൾ അങ്ങനെ ഇതും കൂടെ നമുക്കൊന്ന് വാങ്ങിച്ച് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാമെന്നേ. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അപ്പം ഒരുപാട് ഇത് കൊളാബ് ചെയ്യുന്നവരൊക്കെ, പരസ്യം ചെയ്യുന്നവരൊക്കെ പറയുന്നത് പർപ്പിളിലാണ് ഇതിൻ്റെ ശരിക്കുള്ള സംഭവം കിട്ടുന്നതെന്നാണല്ലോ. ശരിക്കുള്ള റോസ്മേരി വാട്ടറിൻ്റെ ഒറിജിനൽ സംഭവം കിട്ടുന്നത് പർപ്പിളിലാണെന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാനും ഒന്നും കുറയ്ക്കേണ്ട, പർപ്പിളിൽ നിന്ന് തന്നെയാണ് ഞാനും വാങ്ങിച്ചത്. അപ്പോൾ ഇത് 225 രൂപയാണ് 100 ml വരുന്നത്. 225 രൂപയുടെ റോസ്മേരി വാട്ടറാണ്. ആപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വാങ്ങിച്ച ആ ഒരു ത്വരയെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ആദ്യത്തെ ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഈ സംഭവം അപ്ലൈ ചെയ്തു. രാത്രി കിടക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ മുടി ഇങ്ങനെ, എനിക്ക് മെയിനായിട്ട് ഇവിടെയൊക്കെയാണ് മുടി കുറച്ച് കുറവാണ്. അതെനിക്ക് മുടി നല്ല ഉള്ളോടെ ഇതിൽ കൂടുതലുണ്ടായിരുന്ന സമയത്തും ഇവിടെ ഒരു തിക്നെസ് കുറവാണ്. അതിപ്പോൾ ഒരുപാട് പെമ്പിള്ളേർക്ക് അങ്ങനത്തെ സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു തിക്നെസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ രാത്രിയിൽ ഈ സംഭവം എടുത്തിട്ട്, ഇത് ഓപ്പൺ ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. കുറേ എനിക്കും അറിയത്തില്ലായിരുന്നു. ഇത് വാങ്ങിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ പിന്നിട്ട് കുത്തുന്നു, അവിടെ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവസാനം ഇതൊക്കെ തുറക്കാൻ നോക്കുന്നു, ഇതൊന്നും തുറന്നു വരത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഈ സംഭവത്തിൻ്റെ ഓപ്പൺ വരുന്നത്. ഇവിടെ ഇങ്ങനെ ബട്ടൺ പോലത്തെ സാധനമുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ, ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആവും. അത്രയാണ് സംഭവം. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്യുക. ഞാൻ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പം ഞാൻ സ്ക്രീനിലോട്ട് നോക്കാം, ഇത് ഇങ്ങോട്ട് കണ്ട, ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. അതുപോലെ നമുക്ക് എവിടെയാണോ നമുക്കിത് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സംഭവം ഞാൻ ആഴ്ചയിൽ ഒരു 4-5 ദിവസം ഞാൻ കണ്ടിന്യൂസ് ചെയ്തു. അപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി വീഡിയോ ഇട്ടു. അപ്പം പുള്ളിക്കാരി ഓൾറെഡി അതിൻ്റെ കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ പെമ്പിള്ളേർക്ക് ഒരു ബ്യൂട്ടി വ്ളോഗർ ചെയ്യുന്ന അവരുടെ ഒരു അനുഭവം പറയുമ്പോഴാണല്ലോ. അപ്പം പിന്നെ ഒരു വീഡിയോ ഇട്ടത് എന്നാന്ന് വെച്ചാൽ, ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പം, ഒരേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നിർത്തി കഴിയുമ്പോൾ നമുക്കൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും, മുടി നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ പൊഴിഞ്ഞു പോകും, അങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ലേ. നിങ്ങളും കുറച്ച് പേരെങ്കിലും പെമ്പിള്ളേർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? അപ്പം ഞാനും ആ വീഡിയോ കണ്ടപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഒരു ത്വരമൂത്ത് എല്ലാം കൂടെ കയറി ഞാനങ്ങ് എല്ലാ ദിവസവും അപ്ലൈയും ചെയ്ത് ഇനിയിപ്പം നിർത്തി കഴിയുമ്പോൾ ഒരു പണി കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചു. ഉള്ള പൂടയും കൂടെ പൊഴിഞ്ഞു പോയാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പം ഞാൻ എന്നാ ചെയ്തു, നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി, ഞാൻ ഇത്രയും ഒരു 2-3 മാസമായി തോന്നുന്നു വാങ്ങിച്ചിട്ട്, എന്നിട്ട് ഞാൻ ഇത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ എന്നാ ചെയ്തു, ഡെയിലി യൂസ് ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തി. ചിലപ്പോൾ ശരിയായിരിക്കുമല്ലോ, നമ്മൾ ഒരേ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നിർത്തുമ്പോഴേ നമ്മുടെ തലയ്ക്ക് മുടിക്കുമെന്ന് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് എനിക്ക് തോന്നുമ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലായില്ലേ. ഇപ്പം ഞാൻ ആഴ്ച ഒന്നുപോലും ചിലപ്പോൾ യൂസ് ചെയ്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ച 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യം ചിലപ്പോൾ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ആക്കി തുടങ്ങി. അപ്പം നിങ്ങൾ വിചാരിക്കും, ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും, അപ്പോൾ തലമുടിയെ എണ്ണ വെക്കുന്നത് എങ്ങനെയാണ്, എണ്ണ വെച്ച് കുളിക്കുന്ന സമയത്തും ഇത് അതേ ദിവസം നമുക്ക് അപ്ലൈ ചെയ്യാവോ? അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം തലയിൽ നന്നായിട്ട് എണ്ണ വെച്ച് കുളിക്കുന്ന നിങ്ങളുടെ ദിവസമാണെങ്കിൽ, നിങ്ങൾ ഒരു കാരണവശാലും എണ്ണയുടെ ഒപ്പം ഒന്ന് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യരുത്. കാരണം ഇത് ഒരു വാട്ടറി കണ്ടൻറ്റ് പോലെ, വാട്ടറി ഫീലാണ് നമുക്ക് വരുന്നത്. അതായത് ഒരു ഓയിൽ കണ്ടൻറ്റ് ഇങ്ങനെ കുഴകുഴാന്ന എണ്ണ പോലെ ഒന്നും അല്ല ഇതിരിക്കുന്നത്. ഇത് വെറുതെ നോർമൽ ഒരു വാട്ടർ പോലെയാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും ഇതിൽ ലൈറ്റായിട്ടൊരു ഓയിൽ കണ്ടൻറ്റും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ആ എണ്ണയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് തേക്കുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല. ചിലപ്പം ഒരുപാട് പിന്നെ ചെളിയൊക്കെ ആയിട്ട് കുഴഞ്ഞ് മുടിയൊക്കെ കൂടുതൽ പൊഴിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം എണ്ണ വെച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡെയിലി തലമുടി കഴുകുന്ന ഒരാളൊന്നും അല്ല. പ്രത്യേകിച്ച് ചെന്നൈയിൽ വന്നാൽ പിന്നെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമാണ് തല കഴുകൽ.
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഹെൽത്തിന് അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം നാട്ടിലൊക്കെ പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്നും ഒരു ലോഡ് എണ്ണ തലയിലോട്ട് അങ്ങ് വെച്ചിട്ട് അങ്ങ് മുടി കഴുകും. അപ്പോൾ ഇതായിരുന്നു പരിപാടി. അപ്പോൾ അങ്ങനെയാണോ എൻ്റെ മുടി പോയതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് ഭയങ്കര മുടിയായിരുന്നു കേട്ടോ, നല്ല ഉള്ളമുള്ള നല്ല നീളമുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള മുടിയായിരുന്നു. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം കുഞ്ഞിലെ, അതായത് ഒരു പ്ലസ് ടു 10ാം ക്ലാസ് ഡിഗ്രി സമയത്തൊക്കെ അറിയാവുന്നവർക്ക് അറിയാം, നല്ല ഒന്നാമത്തെ മുടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ചാനൽ മുന്നേ കണ്ടുള്ളവരാണെങ്കിൽ അറിയാം, ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷം മുന്നേ മുടി നന്നായിട്ട് വെട്ടിയിട്ട് കളർ ചെയ്തു. അപ്പം മുടിയുടെ ലെങ്ത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വളർന്ന് വന്നതാണ് കേട്ടോ മുടി. അപ്പം ആ സമയത്ത് ഞാൻ വെട്ടാൻ കാരണം തന്നെ മുടിയുടെ ഉള്ളിൽ പോയി ഒരു വകയായി. പിന്നെ നമുക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നിട്ട് മുടിയുടെ ഉള്ളൊക്കെ പോയി എലിവാല് പോലെ കിടക്കുന്നതാണെന്ന് അങ്ങ് ഒരു സങ്കടം വരത്തില്ലേ, അങ്ങനെ ഞാൻ വെട്ടിയതാണ് കേട്ടോ. അപ്പോൾ എനിവേ വെട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇതും കൂടെ ട്രൈ ചെയ്യാൻ നോക്കി. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇത്രയും, ഞാനിപ്പോൾ വിട്ട് ട്രൈ ചെയ്തിട്ട് പോലും എനിക്ക് വന്നിട്ടുള്ളൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. ഇവിടെ കണ്ടോ നമ്മുടെ ആനയുടെ മറ്റേ കുട്ടിയാനയില്ലേ, മറ്റേ സിനിമയ്ക്കകത്തെ പോലെ അതുപോലത്തെ മുടിയൊക്കെ ഇവിടെ ഇങ്ങനെ കുറേ കാണാൻ പറ്റുന്നുണ്ട്, കുഞ്ഞു മുടീസ് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കണ്ടോ, ഇവിടെയൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു മുടീസ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടേ, കണ്ടോ. അപ്പം പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്തിട്ടൊന്നും വന്നൊന്നുമല്ല ഇത്. അപ്പോൾ ഇതെനിക്ക് ഇങ്ങനെ ഇതിലിപ്പോൾ ഞാനിങ്ങനെ വേർതിരിക്കുമോ ഫാനൊക്കെ നിർത്തിയിട്ടേ, അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ചാടി വരുന്നില്ല, ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കുഞ്ഞു മുടികൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറ എത്രത്തോളം കാണാൻ പറ്റുന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല കണ്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ പർപ്പിളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഇപ്പം ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഇപ്പോൾ ഒരു ലെറ്ററൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വാങ്ങിച്ചാൽ മതി. പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. വലിയ വിലയൊന്നുമില്ല, 225 രൂപയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളും കണ്ടിന്യൂസ് അങ്ങ് യൂസ് ചെയ്യാതിരിക്കുക. ഒരാഴ്ച എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെ വല്ല നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് അറിയാനായിട്ട് പറ്റും. ഇത് നല്ലൊരു സംഭവമാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഉച്ചയിലൊക്കെ ഇവിടെ ഇത് ഓപ്പൺ ആണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എവിടൊക്കെയാണോ നിങ്ങൾക്ക് ഹെയർ കൂടുതലായിട്ട് വേണമെന്ന് തോന്നുന്നത് ആ സ്ഥലത്തൊക്കെ നിങ്ങളിങ്ങനെ ചുക്ക് 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 അങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോയിലൊന്നും അല്ലെങ്കിൽ ഞാനിങ്ങനെ തലയൊക്കെ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുനിച്ചൊക്കെ ഇട്ടിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ സ്പ്രെഡൊക്കെ ചെയ്ത് കൊടുക്കും. ഇപ്പം എൻ്റെ മുടിയൊക്കെ തലയൊക്കെ ആകെ വേർതിരിക്കുകയാണ്, ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ കയറി വന്നോളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അധികം സ്പ്രെഡൊന്നും ചെയ്യുന്നില്ല, നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്ത് കാണിച്ചത്. അപ്പം ഇതിൻ്റെ ഈ ഒരു ബോട്ടിൽ കഴിഞ്ഞിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ എന്താണ് ടോട്ടലി യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ബെനിഫിറ്റ് എന്നൊക്കെ ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഇത്ര യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസും അതുപോലെ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊരു ജസ്റ്റ് ഒരു നല്ല വീഡിയോ ആയിരിക്കുമല്ലോ എന്ന് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ വേറെ കുറേ വീഡിയോയ്ക്ക് അത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി ഇച്ചിങ് പോലെ, തല വല്ലാതെ ചൊറിയുന്ന പോലെയും അങ്ങനെയൊക്കെ ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ താരൻ കൂടുന്ന പോലെ ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്ക് ഫീൽ ആയിട്ടില്ല. അത് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുന്നേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളത് സ്പ്രേ ചെയ്യാതിരിക്കുക. നിങ്ങൾ മുടി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങണം കേട്ടോ. പിന്നെ അതല്ലാതെ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട്, ഞാനിപ്പോൾ ചെന്നൈയിലൊക്കെ ആണല്ലോ, ഇവിടെ ഒന്നും പറയണ്ട. പിന്നെ ഇതൊക്കെ സ്പ്രേ ചെയ്തിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തലയിലും റോഡിലുള്ള മണ്ണ് മൊത്തം നമ്മുടെ തലയിൽ ആകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പോൾ വീക്ക് ഓഫിൻ്റെ തലേ ദിവസമൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസം നോക്കി എണ്ണയൊക്കെ വെക്കുന്ന ദിവസം ഞാൻ സ്പ്രേ ചെയ്യാറില്ല. അപ്പം തല ഫ്രീ ആയിട്ട് വിടും. എണ്ണ വെച്ചൊരു 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും സ്പ്രേ ചെയ്യുന്നത്. അതുപോലെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ പിറ്റേ ദിവസം എണ്ണ വെച്ച് കുളിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എണ്ണയുടെ കൂടെ സെയിം ടൈം അപ്ലൈ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വേർതിരിക്കുന്ന സമയത്തൊന്നും അധികം അപ്ലൈ ചെയ്യാതിരിക്കുക. നിങ്ങൾ വെളിയിലേക്ക് മണ്ണിലും പൊടിയിലും ഒക്കെ ഇറങ്ങാൻ പോകുമ്പോഴും അപ്ലൈ ചെയ്യാതിരിക്കുക. നനഞ്ഞ മുടി വെച്ച് കിടക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും മുടി ഒഴിച്ചിലും ഇച്ചിങ്ങും നിങ്ങൾക്ക് കൂടുതൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇത് തേച്ചതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നാ പറയുക, ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒന്നും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്നും കൊടുക്കുന്നില്ല, കാരണം ഞാനൊരു കൊളാബൊന്നും അല്ല ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർപ്പിളിൽ പോയിട്ട് ആപ്സ് ഗുഡ്നെസ് എന്നാ റോസ്മേരി വാട്ടർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോട്ടിൽ നിങ്ങൾക്ക് വീട്ടിൽ വരും കേട്ടോ. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയും കേട്ടോ.
അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ പിന്നെ ഇടാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ എല്ലാ വ്ളോഗ്സും ഒന്ന് കാണുക. അപ്പം കൂടുതലായിട്ട് വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.